ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ഇന്ന് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന അഗേവ് പ്ലാന്റിൽ ഇതാ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. അഗേവ് പ്ലാന്റ് ഫ്ലവറിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അഗേവ് പ്ലാന്റിനെ കുറിച്ചിട്ട്. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗേവ് പ്ലാന്റ് എന്ന് പറയുന്നത് 10 വർഷത്തിലൊക്കെ കൂടുമ്പോൾ ഫ്ലവറിങ് ആവുന്ന ഒരു ചെടിയാണ്. നല്ല മരുഭൂമി പോലത്തെ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന, നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. നമുക്ക് വേലിക്കെട്ടുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന, അതുപോലെ ഇതൊരു കൃഷി കൂടിയാണ് കേട്ടോ. മദ്യമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ടെക്കുല എന്ന് പറയുന്ന മദ്യപാനീയം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ കൃഷിയായിട്ടൊക്കെ തെക്കൻ അമേരിക്കൻ ഭാഗങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ അത്രയധികം എല്ലായിടത്തും ഇതങ്ങനെ ഫ്ലവറിങ് ആവാറില്ല. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെയാണ് കൂടുതലായിട്ട് ഇത് പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഫ്രണ്ടിലാണ് നമ്മൾ ചെടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെടി ഒരു ചട്ടിയിൽ കുറേ കാലം ഇരുന്നിരുന്ന ചെടിയാണ്. അങ്ങനെ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ അത് ആ ഒരു ചട്ടിയുടെ വലുപ്പത്തിൽ തന്നെ അങ്ങനെ നിൽക്കുകയുള്ളൂ, വലിയ സൈസിൽക്കൊന്നും വരുന്നില്ല. അങ്ങനെ ചട്ടിയിൽ നിന്ന് പറിച്ച് കളഞ്ഞ സമയത്ത് ഞാനത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു അത് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു 2.5 വർഷമായിട്ടുള്ളൂ. 2.5 വർഷം കൊണ്ട് തന്നെ ആ ഒരു പ്ലാന്റ് നല്ല വലുപ്പത്തിലേക്ക് വന്ന് ഇതാ ഇപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവറിങ് സ്റ്റേജിലായിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് വരെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴേക്കിന് ഒരു 1.5 മാസം ടൈം എടുത്തിട്ടാണ് ഇത് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ 1.5 മാസത്തിന് ശേഷം ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കംപ്ലീറ്റ് നിറയെ മൊട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫ്ലവറിംഗ് എന്ന് ഒട്ടും അറിയില്ല. ഇങ്ങനെ കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീക്കിലും നമ്മളിതിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് അതിൻ്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. നല്ല ശരിക്കും നമുക്ക് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ആങ്കർ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടിട്ട്. ഭയങ്കര ഹൈറ്റിൽ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും ടോപ്പിലൊക്കെ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. നല്ല ഷോ ഉണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ. ഇതിങ്ങനെ കാണുമ്പോൾ എല്ലാവരും ഒരുപാട് പേര് വന്നിട്ട് ഇത് ഫോട്ടോ എടുത്തിട്ട് പോയിട്ടും, അതേപോലെ എന്താണിത് സംഭവം എന്ന് അറിയാനായിട്ട് കുറേ പേര് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. എന്ത് പ്ലാന്റാണിത്, എന്താണ് ഇതിൻ്റെ പേര്, അതുപോലെ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ തൈകളുണ്ടോ എന്നൊക്കെ ചോദിച്ചൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നു കേട്ടോ. കാരണം നമ്മൾ അത്ര അധികം ഒന്നും ഇത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ലോങ്ങിൽ നിന്നൊക്കെ ഇത് കാണുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒഴിഞ്ഞ പ്രദേശത്തായതുകൊണ്ട് തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇത് നിൽക്കുമ്പോൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ തൈകൾ കണ്ടില്ലേ, ഇതുപോലത്തെ തൈകൾ അതിൻ്റെ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ പൊട്ടി മുളച്ച് വരുന്നുണ്ടാവും. അപ്പോൾ ആ തൈകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഈ ചെടി ഉണ്ടാക്കിയെടുക്കും. നല്ല ഷോ ഉണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ പറ്റുന്ന, അതുപോലെ ഗാർഡനിലൊക്കെ നമുക്ക് ബോർഡറായിട്ട് കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല കർവ് ഷേപ്പിലായതുകൊണ്ട് തന്നെ നല്ലൊരു ഷോ ഉണ്ട്. കൂടാതെ അതിനൊരു യെല്ലോ ഡിസൈനിൽ വരുന്ന ഒരു ലൈനും കൂടെ ഈ ഒരു പ്ലാന്റിനുണ്ട്. അഗേവ് പ്ലാന്റ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് 100ഓളം വെറൈറ്റീസ് അഗേവ് പ്ലാന്റിൽ ഉണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ അടുത്തൊരു 3-4 കളക്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മുടെ അഗേവ് പ്ലാന്റ് ഫ്ലവറിങ് ചെയ്തിട്ടുണ്ട്. യെല്ലോ കളറിൽ വരുന്ന ഇതുപോലത്തെ ഫ്ലവേഴ്സാണ് കേട്ടോ. പക്ഷെ നമ്മൾ അത്ര ആകാംക്ഷയോട് കാത്തിരുന്ന് ഇതാ 2 മാസത്തിലേറെ കഴിഞ്ഞു, 2.5 മാസത്തോളമായി ഈ ഒരു സ്റ്റേജിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവറിങ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും എന്തായാലും ഒരു 5-6 മാസത്തെ ടൈം എടുക്കും. 5-6 മാസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ഫ്ലവർ ചെയ്ത് ഇങ്ങനെ ഫ്ലവറിങ് ഇതുപോലെ ഇങ്ങനെ യെല്ലോ കളറിൽ ഫ്ലവേഴ്സ് വന്നിട്ട് അതിങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ട്. കണ്ടില്ലേ, അടിവശത്തുള്ളതൊക്കെ ഇപ്പോൾ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. കുറേശ്ശെ ഫ്ലവർ ചെയ്തിട്ട് അത് കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു 5-6 മാസക്കാലം നമ്മുടെ ഈ ഒരു ചെടി ഇങ്ങനെ ഫ്ലവറിങ് സ്റ്റേജിൽ നിൽക്കും. എന്തായാലും നല്ല ഭംഗിയുണ്ട്. നമുക്ക് അത്രയധികം നമ്മൾ കാണാത്ത ഒരു ഫ്ലവറിങ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാനും. നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റിൽ കാത്തിരുന്ന ഒരു ചെടിയാണ് ഈ ഒരു ഫ്ലവറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുമെന്ന് അറിഞ്ഞ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അത് സംഭവിച്ചു, ഹാപ്പിയായി. പക്ഷേ ഈ ഒരു ചെടിക്ക് ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതോട് കൂടെ തന്നെ ഇതിൻ്റെ ആയുസ് തീരെയാണ്. 10 വർഷത്തോളം മാത്രമാണ് ഇതിൻ്റെ ഒരു ആയുസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പൂക്കൾ ഉണ്ടായി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞോടുകൂടി ചെടി പാടെ നശിവും. പക്ഷേ ആ സമയത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് തൈകൾ കിട്ടും. അതുപോലെ ഇതിൽ ഇനി കായകൾ വന്നിട്ട് ആ കായൊക്കെ താഴെ വീണ് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അപ്പോൾ ഇതാണ് നമ്മുടെ അഗേവ് പ്ലാന്റ്. എന്തായാലും നല്ല, നമുക്ക് പ്രത്യേകിച്ച് ഒരു കെയറിങ്ങോ ആവശ്യമില്ല കേട്ടോ. വെള്ളം വേണ്ട, മറ്റ് ഫെർട്ടിലൈസേഴ്സ് ഒന്നും തന്നെ കൊടുക്കണ്ട, ഒരു കെയറിങ്ങോ ആവശ്യമില്ല. നമ്മൾ എവിടെയെങ്കിലും മണ്ണിൽ വെക്കുക, നിലത്ത് വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ഈ ഒരു ചെടിക്ക് ഇഷ്ടം. ചട്ടിയിൽ വെക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വലിയ സൈസ് ചട്ടിയിലാണെങ്കിൽ ആ ചട്ടിയുടെ സൈസിനനുസരിച്ച് ഈ ചെടി അങ്ങനെ നിൽക്കും. അതാണ്. പക്ഷേ നിലത്ത് വെക്കുമ്പോൾ നല്ല സൈസിൽ വന്നിട്ട് നല്ലൊരു ഭംഗി ആ ഒരു ചെടിക്ക് കിട്ടും. നല്ല ഗ്ലേസിങ്ങൊക്കെ വന്ന് പ്രത്യേക ഒരു ഷോ ആയിട്ട് വരും ആ ഒരു ചെടി. അപ്പോൾ ഇതാണ് നമ്മുടെ അഗേവ് പ്ലാന്റ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.